നിങ്ങള് ബാലാഷേട്ടനെ കണ്ടിട്ടോ എടത്തോടിയാലേ? ബാലശേട്ടൻ എങ്ങനെ കാണാനാണ്? അന്നാച്ചിക്ക് പൈസ എടുക്കാണ്ടായിട്ട് മുങ്ങി നടക്കുക. എവിടെ തരുന്നാലും കാണുമില്ല. പടച്ചാനെ. അല്ലടോ, ഇമ്പളെ ബാലകൃഷ്ണനെ കൊറേ ദിവസമല്ലേ കാണുന്നില്ല. സംഗതി നിങ്ങൾക്ക് മനസ്സിൽ പിടികിട്ടിയില്ല? എനിക്കൊന്നും പിടികിട്ടിയില്ല. എന്നാലേ കക്ഷിനെ കാണാണ്ടായിട്ട് 3-4 ദിവസമായി. നാട്ടുകാരെ ഒന്നും തെരയാത്തൊരു സ്ഥലങ്ങളില്ല. തെങ്ങിന്റെ മുകളിലും മരത്തിന്റെ മുകളിലും ഇനി നോക്കാണല്ലോ. അതെന്താ പ്രശ്നം? മുഴുവൻ ആൾക്കാർക്കും പൈസ വാങ്ങിയിട്ട് കൊടുക്കേണ്ട കക്ഷി. അത് ശരി, പൊളിച്ച് നടത്തിയ നമ്മള് ബാലകൃഷ്ണല്ലേ വരുന്നത്? രണ്ടാളുണ്ടല്ലോ. എന്താ അവിടെ പരിപാടി? അല്ലേ വോട്ട് ചെയ്ത നിങ്ങള്? വോട്ട് ചെയ്യാണ്ടിക്കോ? അത് നമ്മളെ അവകാശല്ലേ. അല്ല ബാലകൃഷ്ണ, എന്നെ അണ്ണൻ കുറച്ചു ദിവസമായി തെരഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഞാൻ അണ്ണനോട് അടവിന് പൈസ വാങ്ങിനി. ആഴ്ചയിലും തരാന്ന് പറഞ്ഞ ഒരടവ്. പിന്നെ ഞാൻ ഓനോട് പുരയിലേക്ക് വന്നോളാൻ പറഞ്ഞിനി. അത് 2ാമത്തെ അടവ്. പിന്നെ ഓനെ കാണാതെ മുങ്ങി നടക്കുന്നത് 3ാമത്തെ അടവ്. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ബാബു ഇങ്ങോട്ട് വാസ്റ്റ. ബാലകൃഷ്ണേട്ടാ, നിങ്ങളെ കാണാൻ നിക്കേനി. ആടെ വരിക. അല്ല ബാബു, ഈ എവിടേക്കാ പോന്ന്? വോട്ട് ചെയ്യാൻ പോയടുത്ത് പെണ്ണുങ്ങൾ തല ഇറങ്ങി വീണേ. അല്ല ചങ്ങായി, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടല്ലോ. അപ്പോഴേക്ക് തലർക്കം തുടങ്ങി. അല്ല, ഛർദിയിട്ടുണ്ടോ? അതൊന്നും അല്ലാന്ന് വെയിലുണ്ടതാ. അതെ, ഇപ്പോ 30 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ തന്നെ അസുഖങ്ങളാണ്. എല്ലാവരുടെ ചികിത്സയിലും ഗുളികയും മരുന്നുകളും. ഒരു പോളിംഗ് ബൂത്ത് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ. തീർച്ചയായിട്ടും അവിടെ ഒരു നേഴ്സെങ്കിലും ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ശരിയാണ്.